DJI Pocket 3 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ വാങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 6 മാസമായി. ഈ ഒരു 6 മാസത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 8ൻ്റെ പണി കിടിലമായിട്ട് എനിക്ക് കിട്ടി. അതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 6-6.5 മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വൈബ്രേഷൻ വന്നിട്ട് ചില മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിർന്നൊരു സൗണ്ട്. അപ്പം അത് ഒരു വൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ദെൻ അതിനെപ്പറ്റി വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം ഈ ഗിംബൽ ലോക്കായി ഒരൊറ്റ നിന്നത്. അത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. കാര്യം എൻ്റെ ക്ലയൻറ്റിന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവൻ്റെ ഇതിൽ ഒരൊറ്റ ദിവസം ഇങ്ങനെ ഒരു നിൽക്കലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ പേടിച്ചു പോയി. അതായത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയൊരു സാധനം ഇങ്ങനൊരു നിൽക്കാന്ന് പറയുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി. കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരെ വന്നു. പിന്നെ അത് ഫാക്ടറി റീസെറ്റ് ചെയ്തപ്പം ആ ഒരു ഇഷ്യൂ ക്ലിയറായി. പിന്നെ ഒരിക്കലും അത് വന്നിട്ടില്ല. പക്ഷേ അത് എന്തുകൊണ്ട് അത് അന്ന് അങ്ങനെ വന്നു എന്നെനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് വന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം. 6.5 മാസത്തിനിടയ്ക്കാണ്. എന്നാൽ ഫൈനലി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കംപ്ലീറ്റ്ലി ന്യൂ ഡിവൈസാണ്. അപ്പോൾ പുത്തനായിട്ട് കിട്ടി. പിന്നെ ഇതിന് നെഗറ്റീവ് സൈഡ് ഞാൻ ഒരുപാട് കണ്ടുപിടിക്കാറൊന്നുമില്ല. കാരണം എൻ്റെ പർപ്പസ് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു വ്ളോഗർക്ക് ഇത് യൂസ്ഫുൾ ആവും, എങ്ങനെ ഞാൻ യൂസ് ചെയ്തു ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഇൻട്രോ ഇട്ടിട്ട് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഞാൻ ഈ പോക്കറ്റ് 3 വാങ്ങുന്നത് ഡെയിലി വ്ളോഗ് ചെയ്യാനാണ്. പക്ഷെ ഉള്ളത് പറയാലോ, ഈ സാധനം വാങ്ങിയപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗേ ചെയ്തിട്ടില്ല. അതായത് ഈ സാധനം വാങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, അതായത് ഒരാളുടെ സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെ എടുത്ത്, ബിസിനസ്സുകാരുടെ അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അതായിരുന്നു എൻ്റെ പണി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2-3 ക്ലയൻറ്റ് ഉണ്ടായി. സോ അവർക്ക് വേണ്ടി ഞാനിങ്ങനെ ഷൂട്ടിൽ ബിസി ആയിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ചാനൽ അധികം ഫോക്കസ് ചെയ്യാതെ ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ക്യാമറ കംപ്ലീറ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് ത്രൂ എനിക്ക് റവന്യൂ കിട്ടും. ആ റവന്യൂ ത്രൂ ക്യാമറയുടെ ഒരുവിധം അടവുകളൊക്കെ ഞാൻ അടച്ചങ്ങ് തീർത്തു. അപ്പോൾ അങ്ങനൊരു അഡ്വാൻറ്റേജും ഇതിനകത്തൂടെ ഉണ്ടായി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വൃത്തിയായി, അതായത് എടുത്തത് ഭയങ്കര യൂസ്ഫുള്ളായി എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ അഡ്വാൻസ്ഡ് മൊബൈൽ വന്നാലും നമ്മുടെ ക്ലയൻറ്റുകൾക്ക് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഒരു വേറൊക്കെ തന്നെയാണ്. സോ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോഴാണെങ്കിലും ഞാൻ ഓട്ടോ ട്രാക്കിംഗ് ഇട്ടു, എന്നിട്ട് നേരെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ഇതാണ് എൻ്റെ പണി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻസ് MJ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഒരു DJI Pocket 3 പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബൈ ദ വൈ, ഈ DJI Pocket 3 ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. പ്രൊഡക്റ്റ് ഷോക്കേസിങ് മോഡില്ലേ ഇതിന്? ഫീച്ചേഴ്സ് ഇതിലാദ്യം തന്നെ ക്യാമറ വരും. ഇതിൻ്റെ ഒപ്പം ഒരു ടൈ വരും. ഇതുപോലെയാണ് ആ ഒരു ടൈ ഇരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കേസ് വരും. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇതിൻ്റെ കേസ് ഇരിക്കുക. പിന്നെ എന്താ വരിക? പിന്നെ ഒരു ബാറ്ററി ഹാൻഡിൽ. ഒരു ഉപകാരമില്ല എന്ന് പറയുമെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ മാനുവൽ Type 2 CC to CC. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്യാമറ വാങ്ങിയിട്ട് ഈ ഒരു ക്യാമറ വാങ്ങിയിട്ട് അറൗണ്ട് ഒരു 6 മന്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 മന്തിന് ശേഷം ഇവൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇവിടെയായിട്ട് ഒരു വൈബ്രേഷൻ വന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നീണ്ടമായ റിസർച്ചിന് ഒടുവിൽ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മോട്ടർ ഓവറായിട്ട് തിരിയുന്നതാണ്. വാറണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ചുമ്മാ ഏതെങ്കിലും ഒരു കടയിൽ വാങ്ങുക എന്നതിനേക്കാൾ ഉപരി നല്ല കസ്റ്റമർ സപ്പോർട്ടും കൂടെ കിട്ടുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം നമുക്ക് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മാറിക്കിട്ടാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നേരെ നമ്മുടെ ക്യാം ക്ലിനിക്കിലത്തെ ക്രിസ്റ്റോ ചേട്ടനെ വിളിച്ചു. സംഭവം ഞാൻ ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോരേന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടുകൊടുത്തു. അപ്പോൾ ആൾ ചെക്ക് ചെയ്തു, ഇത് ഡാമേജ് ആണെന്ന് പറഞ്ഞു. നിനക്ക് എങ്ങനെയാണോ ബോക്സ്, അതായത് ഇവിടുന്ന് എങ്ങനെയാണോ വാങ്ങിയത് അതുപോലെയുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുപോയോ നേരെ ഡൽഹിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൊണ്ടുകൊടുത്തു. പിറ്റേ ദിവസം തന്നെ കൊണ്ടുകൊടുത്തു. ഒരു 10-15-20 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. 20 ദിവസം കഴിഞ്ഞപ്പോൾ പുത്തൻ ബോക്സ് എനിക്ക് വിത്ത് സീൽഡ് ബോക്സ് എനിക്ക് സംഭവം കിട്ടി. അതായത്
6 മാസം ഉപയോഗിച്ച് ചെറിയൊരു ഡാമേജ് വന്നപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയിൽ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി. 20 ദിവസത്തോളം ഇതില്ലാതെ ഇരിക്കേണ്ടി വന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് വിവോ X90ലേക്കാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇതാണ് വാങ്ങിയത്. ആദ്യം J2 തുടങ്ങി റിയൽമി 5 പ്രോയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വിവോ X90ലേക്ക് വന്നു. അത് കഴിഞ്ഞ് പോക്കറ്റ് 3 വന്നത്. പോക്കറ്റ് 3 വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ നീഡ് ടു ഫേസ് ദ ക്യാമറ ഓർ എടാ ക്യാമറ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ക്യാമറ ഐ ഓൺലി സജസ്റ്റ്, അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് ഈസിലി ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ഫ്രെയിമിങ് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഓട്ടോ ഫോക്കസ് ഇട്ടു, ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ വ്ളോഗേഴ്സ്. അപ്പോൾ എത്തരത്തിൽ ഒരു വ്ളോഗറിന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഓട്ടോയിലിട്ട് ഷൂട്ട് ചെയ്തത്. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേർക്കുന്നൊരു വീഡിയോ ആണ്. സോ ബൈ.